ഇത് സുന്ദരവനത്തിന്റെ കഥയാണ്. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങളും ഒന്നിച്ചു താമസിച്ചിരുന്നു. ആ കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. അവൻ തന്നെയാണ് കേട്ടോ ആ കാട്ടിലെ രാജാവ്. രാജാവ് ഒട്ടും നല്ലവനായിരുന്നില്ല. ആ സിംഹം രക്തദാഹിയും അത്യാഗ്രഹിയുമായിരുന്നു. ഓരോ 2 ദിവസത്തിനിടയ്ക്കും അവൻ ഏതെങ്കിലും ഒരു മൃഗത്തിനെ വേട്ടയാടി കൊല്ലുമായിരുന്നു. നന്നായിട്ട് തിന്നുമായിരുന്നു. ഈ സിംഹത്തിന്റെ ചെയ്തികൾ മൂലം കാട്ടിലെ മൃഗങ്ങളൊക്കെ പൊറുതിമുട്ടി. ഒരു ദിവസം ആ സിംഹം അലഞ്ഞു തിരിയുന്ന ഒരു മാനിനെ തന്റെ ഭക്ഷണത്തിനായി വേട്ടയാടി കൊന്നു. ഈ കാഴ്ച നേരിട്ട് കണ്ട മൃഗങ്ങളൊക്കെ അസ്വസ്ഥരായി. അവരുടെ ഉള്ളിലൊക്കെ ഭീതി ജനിച്ചു. സിംഹത്തെ അവരൊക്കെ ഭയന്നു തുടങ്ങി. ഇതിനൊരു വലിയ പ്രത്യാഘാതമുണ്ടായി. ഈ സിംഹത്തെ പേടിച്ച് മൃഗങ്ങൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളൊക്കെ ഒരു കുന്നിൻ ചരിവിലിരുന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. കൂട്ടുകാരെ, ഈ സിംഹം നമ്മുടെ ശ്വാസം അടച്ചു പിടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും അതിക്രമിച്ച് വന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നു തിന്നുന്നു. ഇങ്ങനെയാണ് കാര്യത്തിന്റെ പോക്കെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെയൊക്കെ പേര് മാത്രമേ അവശേഷിക്കുള്ളൂ. മുയലച്ചൻ പറഞ്ഞത് ശരിയാണ്. ഈ സിംഹം ഒരു രക്തദാഹിയായ ദുഷ്ടനാണ്. അവന്റെ ദൃഷ്ടി ആരുടെ മേലെയാണോ പതിയുന്നത്, ഈ സിംഹം അതിനെ കൊന്നു തിന്നിരിക്കും. അതിൽ ഒരു സംശയവും ഇല്ല. ആ ദുഷ്ടസിംഹം എന്റെ ചേച്ചി കൊന്നു. എനിക്ക് പേടിയാ. ഈ കാട്ടിൽ ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. എന്നേക്കുമായി ഞാൻ ഈ കാട് ഉപേക്ഷിച്ച് പോകുകയാണ് കൂട്ടുകാരെ. ഞാനും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ഇവിടെ നിന്ന് നമ്മുടെ ജീവൻ അപകടപ്പെടുത്തുന്നതിലും നല്ലത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ബാക്കിയുള്ള കാലം സന്തോഷമായി ജീവിക്കാൻ നോക്കാം. നമ്മളെല്ലാവരും ഈ കാട് വിട്ട് പോകാം. എന്താ? എനിക്ക് ആ സിംഹത്തിന്റെ അടുത്ത് ജീവിക്കണ്ട. എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാ. നിങ്ങളെ മൃഗങ്ങളൊക്കെ ഈ കാട് വിട്ടു പോയി കഴിഞ്ഞാ പിന്നെ പക്ഷികളായ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങള് പോയാ പിന്നെ കാടിന്റെ ചൈതന്യം പോവില്ലേ? ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ വരാൻ തീരുമാനിച്ചിരിക്കുക. എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്താ? ആ കാട്ടിലെ ജീവജാലങ്ങളെല്ലാം ആ കാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവിടേക്ക് ആ എലിയച്ഛൻ വന്നത്. അവനാണെങ്കിലോ ആദ്യ ബുദ്ധിശാലിയായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത് കൂട്ടരെ? ഇത് നമ്മുടെയും കാടാണ്, മറക്കണ്ട. നമ്മുടെ ഈ സമൂഹം സ്നേഹം കൊണ്ട് ഉണ്ടായതല്ലേ? എത്ര അധ്വാനിച്ചിട്ടുണ്ടാക്കിയ മനോഹരമായ കാടാണിത്. വെറും ഒരു സിംഹത്തെ പേടിച്ചിട്ടാണോ നിങ്ങളൊക്കെ ഈ കാട് വിട്ട് പോകുന്നു എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്? വേറെ ഒരു മാർഗമില്ലല്ലോ. ആ സിംഹത്തിന്റെ ഭക്ഷണമാവാൻ വേണ്ടി ഇവിടെ ഇരിക്കണോ? ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം വലുതാണ്. എടോ മൊയലച്ച, ഭയന്നവന് ജീവിതമില്ല ഈ ഭൂമിയിൽ. ജീവിക്കണമെങ്കിലേ ധൈര്യം വേണം. പേടിച്ച് ജീവിക്കുന്നതേ മരിക്കുന്നതിന്റെ തുല്യമാണ്, മനസ്സിലായ? എടോ എലിയച്ച, അവൻ സിംഹമാണ്. സിംഹം, അതും രക്തദാഹിയായ സിംഹം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാക്ക് തരാം. ആ സിംഹമില്ലേ, അവൻ എത്രയും പെട്ടെന്ന് ഈ കാട് വിട്ട് പമ്പടക്കും. അങ്ങനെ അവൻ പോയില്ലെങ്കിലേ പിറ്റേ ദിവസം മുതൽ അവൻ വേട്ടയാടില്ല. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോടേ? അതൊക്കെ എൻ്റെ അടുത്ത് വിട്ടേക്കുന്നേ. നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോ ഞാൻ എങ്ങനെയാ സിംഹത്തെ ഒരു പൊട്ടൻ പിശരനായി മാറ്റുന്നതെന്ന്. എടാ, അധികം വിളയല്ലേ നീ. ഈ കാട്ടിലെ ഞങ്ങളെപ്പോലെ വലിയ വലിയ മൃഗങ്ങൾക്ക് പോലും ആ സിംഹരാജാവിന്റെ മുടി കൂടെ തൊടാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഞങ്ങളുടെ വിരലിന്റെ വലിപ്പമുള്ള നീ സിംഹത്തിനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അവനൊന്ന് തുമ്മിയാ മതി നീ പറന്നു പോവാൻ. വന്നിരിക്കുന്ന ഒരാള്. നീ നടക്കുന്ന കാര്യം എന്തെങ്കിലും പറയടേ. ഞാൻ ചെറുതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ബുദ്ധിയുള്ളവനെ എത്ര വലിയ കാര്യങ്ങളും സാധിക്കാൻ പറ്റും. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ. ഇത്രയും പറഞ്ഞ ശേഷം ആ എലിയച്ഛൻ ദുഷ്ടനായ ആ സിംഹത്തിന്റെ മടയിലെത്തി. ഇവിടെയാണെങ്കിലോ മൃഗങ്ങളൊക്കെ എലിയച്ഛനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇവൻ മരിക്കാൻ പോവാ. ഇവന് ഹീറോ കളിക്കാൻ പറ്റിയ സ്ഥലം. ഇവന്റെ തലയ്ക്ക് സുഖമില്ലാന്നാ തോന്നുന്നു. ആരുടെ ഗുഹയിലാ പോയത്? അവൻ ആ വില്ലൻ സിംഹരാജാവിന്റെ ഗുഹയിലാണ്. ആ കാലമാടന്റെ മുമ്പ് പോയി നിൽക്കാൻ
വലിയ വലിയ മൃഗങ്ങളുടെ തന്നെ മുട്ടിടിക്കും. ഒരു ചുണ്ടക്ക എലിയൻ, ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു നടക്കുന്നത്? ഇവിടെ മൃഗങ്ങളൊക്കെ പരിഭ്രമിച്ചിരിക്കുമ്പോൾ നമ്മുടെ എലിയച്ഛനെ പതുക്കെ പതുക്കെ സിംഹത്തിന്റെ അടുത്തെത്തി. അവിടെ കണ്ട കാഴ്ചയെ സിംഹം കൂർക്കം വലിച്ചുറങ്ങുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ എലിയച്ഛനും ഒന്ന് ഭയന്നുപോയി. എന്റെ അമ്മച്ചിയേ, മൃഗങ്ങളോടൊക്കെ ധീരത കാണിച്ച് ഇവിടെ എത്തി. പക്ഷേ ഈ സിംഹരാജാവിനെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യും? ഇവന്റെ വലിയ പല്ല് തന്നെ ഡേഞ്ചറസ് ആണല്ലോ. ഓഹ്, ഇവന്റെ ഒരു ഒറ്റ കടി മതി എന്നെ ചമ്മന്തിയാക്കാൻ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചാടിക്കൊണ്ടിരുന്ന എലിയച്ഛന്റെ കാല് സിംഹത്തിന്റെ വാലിൽ തൊട്ടു. സിംഹം പെട്ടെന്ന് ഉണർന്നു. ആരാടാ നീ? ഇവിടെ എന്തിനു വന്നു? രാജാവേ, ഞാനൊരു പാവ എലിയാണ്. എടാ ചുണ്ടനലി, വേഗം പറഞ്ഞോ, നീ എന്തിനാ ഇവിടെ വന്നത്? അല്ലെങ്കിൽ നിന്നെ ഞാൻ അമ്മാനമാടി രസിക്കും, മനസ്സിലായോ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്യല്ലേ രാജാവേ, എന്നെ കൊല്ലരുത്. ഞാൻ ശരിക്കും അങ്ങേ സഹായിക്കാനാണ് ഇവിടെ വന്നത്. വെറും ഒരു ചെറിയ എലി എന്നെ സഹായിക്കാൻ, നല്ല കോമഡി. ഞാൻ സിംഹമാണ്, സിംഹം. ഈ കാടിന്റെ രാജാവാണ്. ഈ കാട് തന്നെ എന്റെ പേര് കേട്ടാൽ വിറയ്ക്കും. എന്നെ സഹായിക്കാൻ നീ വന്നിരിക്കുന്നു അല്ലേ? സിംഹരാജാവേ, ഞാൻ പറയാൻ വന്ന കാര്യം കേട്ടാൽ അങ്ങ് തന്നെ ഞെട്ടിത്തെറിക്കും. സത്യം, നിങ്ങളുടെ കാലിന്റെ താഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് അങ്ങ് അറിയുന്നില്ല. അങ്ങനെയോ? അതെന്ത് സംഭവമാണ്? കേൾക്കട്ടെ. അതെ, ഞാൻ കുറച്ചു മുമ്പ് വേട്ടക്കാര് ഈ വഴി വരുന്നത് കണ്ടു. അവന്മാരെ ഈ കാട്ടിലെ ഓരോ മരത്തിലും പുൽമേട്ടിലും കുന്നും പുറത്തും ഓരോ പാറക്കല്ലിലും ഒരു തരം മയക്കുമരുന്നിട്ടിരിക്കുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞാലേ എല്ലാ മൃഗങ്ങൾക്കും ബോധം കെട്ടുപോകും. ആർക്കും ബോധം ഉണ്ടാവില്ല. അതിനുശേഷം ആ വേട്ടക്കാരില്ലേ എല്ലാ മൃഗങ്ങളെയും ഒരു കൂട്ടിലടച്ച് ഈ കാട്ടിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. നീ പറയുന്നതിൽ ഏതെങ്കിലും സത്യമുണ്ടടാ ചുണ്ടലി? ആന്നേ, സത്യമാണ് രാജാവേ. ഇതെന്റെ സ്വന്തം കാതുകൊണ്ട് കേട്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതുമാണ് സത്യം. ഇത് പറയാൻ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടി വന്നത്. അങ്ങല്ലേ ഈ കാട്ടിന്റെ രക്ഷകനും ധീരനും എല്ലാമും. ഇനി നിങ്ങൾ ഈ കാട്ടിലെ ഏത് മൃഗങ്ങളെയും കൊന്നു തിന്നാലും അവരുടെ ശരീരത്തിനുള്ളിലുള്ള മരുന്നേ നിങ്ങളുടെ ഉള്ളിലും വരും. പിന്നെ അങ്ങും ബോധമില്ലാതെ കിടക്കും. പിന്നെ രാജാവിനെയും കൂട്ടിലടച്ച് നഗരത്തിൽ കൊണ്ടുപോകും. ഇല്ല, എന്നെ കൂട്ടിലടക്കാൻ മാത്രം ആരും വളർന്നിട്ടില്ല. എന്റെ ദൈവമേ, ഈ കാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? എന്റെ സിംഹരാജാവേ, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിക്കാതാണ് അലഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെയ്ക്കും പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആ മയക്കമരുന്ന് എന്റെ ഉള്ളിൽ പോയാലേ ഞാനും ബോധം കെട്ട് പോവില്ലേ? പിന്നെ ഞാനും ആ വേട്ടക്കാരുടെ കൂട്ടിന്റെ അകത്താകില്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഈ കാര്യം അറിയിച്ചോണ്ടിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും ഈ കാട് വിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാനും പോകാൻ പോവാ. എത്രയും പെട്ടെന്ന് അങ്ങും ഈ കാട് വിട്ടോളൂ. അറിയാതെ ഏതെങ്കിലും തിന്നോ കുടിച്ചോ ആവശ്യമില്ലാതെ വേട്ടക്കാരുടെ കൂട്ടിൽ കിടക്കണോ രാജാവേ? സ്ഥലം വിട്ടോളൂ. എന്നാ ഞാൻ വരട്ടെ. ഇത്രയും പറഞ്ഞ ശേഷം എലിയച്ഛൻ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് സിംഹം ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ശരിക്കും കേൾക്കാമായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ പരീക്ഷണങ്ങളാ കാണേണ്ടത്? ഒരിക്കലുമില്ല, ഞാൻ പിടികൊടുക്കില്ല. ഞാനും ഈ കാട് ഉപേക്ഷിച്ച് ദൂരെ എവിടേക്കെങ്കിലും പോകും. ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ബായ് ബായ് എന്റെ കാടേ. ഇങ്ങനെ സ്വയം പറഞ്ഞ സിംഹരാജാവ് ഗുഹയിൽ നിന്നിറങ്ങി ഒറ്റയ്ക്ക് കാടുപേക്ഷിച്ച് പോയി തുടങ്ങി. കാടുപേക്ഷിച്ചു പോകുന്ന സിംഹത്തിനെ ഒളിച്ചിരുന്ന് കണ്ടത് മൃഗങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എടോ എലിയച്ചാ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ നീ സിംഹത്തിനെ വിരട്ടി ഓടിച്ചു. പുപ്പുലി തന്നെ നീ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ബുദ്ധിശക്തിയുടെ മുമ്പിൽ വലിയ സിംഹവും ഒരു കൊതുകാണ്. കണ്ടാ,
എങ്ങനെ ഞാൻ എന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ആ ദുഷ്ടനെ ഇവിടെ നിന്ന് ഓടിച്ചില്ലേ? കൗശലക്കാരനായ എലി കളഞ്ഞുപോയ ആ കാട്ടിലെ സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ആ കാട്ടുവാസികളൊക്കെ സ്വതന്ത്രമായി ഭയമില്ലാതെ നടക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.